അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുലകുടി ബന്ധം. നമുക്കറിയാം, ഒരു കുട്ടി ഒരു സ്ത്രീയുടെ മുലപ്പാല് കുടിച്ചാൽ ആ കുട്ടിക്ക് ആ സ്ത്രീ സ്വന്തം ഉമ്മയെ പോലെയാണ്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ആൺകുട്ടിയാണെങ്കിൽ അവൻ എത്ര വളർന്നാലും ഈ സ്ത്രീയെ തൊട്ടാൽ ഉളൂ മുറിയില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ? സ്വന്തം ഉമ്മയെ പോലെയാണ്. ആ സ്ത്രീക്ക് മറ്റു മക്കളുണ്ടെങ്കിൽ ആ മക്കളൊക്കെ ഈ കുട്ടിയുടെ സഹോദര സഹോദരിമാരാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് സ്വന്തം ഉപ്പയെ പോലെയാണ്. അതാണ് മുലകുടി ബന്ധം കൊണ്ടുള്ള ബന്ധം. എന്നാൽ ഇവിടെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പറയുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് വരുന്ന ചില സംശയങ്ങൾ. അതായത്, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുലപ്പാല് കുടിച്ചാൽ ഇതുപോലെ ഉമ്മ മകൻ എന്നുള്ള ബന്ധം വരുമോ? അത് ഒരു വിഷയമാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ ആ കുട്ടി സ്വന്തം മകനെ പോലെ ആവാൻ അല്ലെങ്കിൽ മകളെ പോലെ ആകാൻ ചില നിബന്ധനകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നിബന്ധന? ഷാഫിഈ മദ്ഹബ് പ്രകാരം 2 വയസ്സിൽ താഴെയുള്ള കുട്ടി ആർത്തവപ്രായമെത്തിയ സ്ത്രീയുടെ മുലപ്പാല് 5 പ്രാവശ്യം കുടിച്ചാൽ മാത്രമേ ഈ കുട്ടി ഈ സ്ത്രീയുടെ മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ ആവുകയുള്ളൂ. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അവിടെയും ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 പ്രാവശ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് 5 പ്രാവശ്യമായിട്ട് കുടിക്കണം എന്നുള്ളതാണ്. 5 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അവിടെയും ചില സംശയങ്ങൾ വരുന്നുണ്ട്. അതായത്, ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് വലതുഭാഗത്തുള്ള മുലപ്പാല് കൊടുത്തിട്ട് അതിൽ നിന്നും കുടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്നും വിട്ടിട്ട് ഇടതുഭാഗത്തുള്ള മുലപ്പാല് കൊടുത്താൽ അത് 1 പ്രാവശ്യം കൊടുത്തതാണോ അല്ലെങ്കിൽ 2 പ്രാവശ്യം കൊടുത്തതാണോ? അതായത് 2 ഭാഗത്ത്, ഒരു ഭാഗത്ത് നിന്ന് വിട്ടിട്ടാണല്ലോ മറ്റേ ഭാഗത്ത് കൊടുക്കുന്നുള്ളത്. അപ്പൊ അത് 1 തവണയായിട്ടാണോ എണ്ണുന്നത്, അല്ല 2 തവണയായിട്ടാണോ എണ്ണുന്നത്? അത് ഒറ്റ തവണയായിട്ടാണ് എണ്ണുന്നുള്ളത്. ഇനി ഒരു കുട്ടി മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ കളിക്കുന്നതോ എന്തെങ്കിലും കണ്ടിട്ട് ഈ മുലപ്പാല് കുടിക്കുന്നത് വിട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും മുലപ്പാല് കുടിച്ചു. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, സഹോദരങ്ങൾ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ മുലപ്പാല് കുടിക്കുന്നതെന്ന് വിട്ടിട്ട് ചിരിക്കും, ഇതാക്കും, വീണ്ടും കുടിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായാൽ അതും 1 പ്രാവശ്യമായിട്ടാണോ എണ്ണുക അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടാണോ എണ്ണുക? അതും 1 പ്രാവശ്യമായിട്ടാണ് എണ്ണുക. ഇനി ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കുട്ടി മുലപ്പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി, വീണ്ടും തിരിച്ചു വന്ന് മുലപ്പാല് കുടിക്കാൻ തുടങ്ങി. എന്നാൽ അത് 1 പ്രാവശ്യമായിട്ടാണോ എണ്ണുക അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടാണോ എണ്ണുക? അത് 2 പ്രാവശ്യമായിട്ടാണ് എണ്ണുക. ഈ നിബന്ധനകൾ പറയുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? 2 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ആർത്തവപ്രായമെത്തിയ ഒരു സ്ത്രീയുടെ മുലപ്പാൽ 5 തവണ കുടിച്ചാൽ മാത്രമേ ഉമ്മ മകൻ അല്ലെങ്കിൽ ഉമ്മ മകൾ എന്നുള്ള ബന്ധം വരികയുള്ളൂ. അപ്പോ ഇവിടെ ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുലപ്പാല് കുടിച്ചാൽ അവിടെ ഉമ്മ മകൻ എന്നുള്ള ബന്ധം വരുന്നില്ല. പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബ് പ്രകാരം ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുലപ്പാല് കുടിക്കുന്നത് കറാഹത്ത് പോലുമല്ല. ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് കറാഹത്താണ് എന്നാണ് പറയുന്നുള്ളത്. എന്നാൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട് കറാഹത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ സംശയത്തിന് മറുപടി വന്നല്ലോ, അല്ലെ? അതേപോലെ മുലപ്പാല് കുടിച്ചാലുള്ള ബന്ധങ്ങളും ആ സ്ത്രീ സ്വന്തം ഉമ്മയാണ്, അവരുടെ ഭർത്താവ് സ്വന്തം ഉപ്പയാണ്, മറ്റു സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അവിടെ എല്ലാ വിഷയത്തിലും, തൊട്ടാൽ ഉളൂ മുറിയുന്ന വിഷയത്തിലും ഒക്കെ അതേ രൂപത്തിലാണ് വരുന്നത്. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. റമളാനാണ്, ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.